ഒരു വലിയ ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് ഇഡ്ഡലി റൈസ് ചേർക്കാം. ഇഡ്ഡലി റൈസ് ഇല്ലെങ്കിൽ സാധാരണ പച്ചരി ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ഉഴുന്ന് ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് തോരപ്പരിപ്പ് ചേർക്കാം, അതായത് സാമ്പാർ പരിപ്പ്. പിന്നെ 1/4 കപ്പ് ചെറുപയർ ചേർക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്കൊരു 5 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം ഒരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വെക്കാം. കൂടുതൽ വെക്കും തോറും എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അരച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ മിക്സിയിലല്ല അരയ്ക്കാൻ പോണേ, അപ്പോൾ അതുകൊണ്ട് ഇത് അരഞ്ഞു കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും, നന്നായിട്ട് സോക്കായി കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ദോശയ്ക്കോ അല്ലെങ്കിൽ അതുപോലത്തെ ദോശ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു 5 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കും ഈ സാധനങ്ങൾ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നനവ് തട്ടും. ഞാനിവിടെ മിക്സിയുടെ വലിയൊരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ചേർക്കാം. വെള്ളമൊന്ന് ഊറ്റി കളഞ്ഞിട്ട് ചേർക്കാം കേട്ടോ. നമുക്ക് മുഴുവനായിട്ട് ചേർക്കാൻ പറ്റില്ല, അപ്പോൾ അതിൻ്റെ ഒരു പകുതി ഭാഗമാണ് ചേർക്കണത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. എപ്പോഴും പറയുന്ന പോലെ ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കരുത്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ. നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പം ഞാൻ അരച്ചെടുത്തിട്ടൊന്ന് കൊണ്ടുവരാം. ഉണ്ടോ, ഇപ്പം ഞാൻ നല്ല ഫൈനായിട്ടിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള അരിയും സാധനങ്ങളൊക്കെ അരച്ചെടുക്കാം കേട്ടോ. ബാക്കിയുള്ള അരി സാധനങ്ങളും അരച്ചെടുത്തതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഗ്രൈൻഡറിലാണ് അരയ്ക്കണമെങ്കിൽ നിങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഗ്രൈൻഡറിലിട്ട് അരച്ചോളൂ കേട്ടോ. അപ്പം മിക്സിയിലെല്ലാം കൂടി കൊള്ളാത്തതുകൊണ്ടാണ് ഞാൻ 2-3 പ്രാവശ്യമായിട്ട് അരച്ചത്. അപ്പോൾ ഗ്രൈൻഡർ ആകുമ്പോൾ കൊള്ളൂല്ലോ. ഇപ്പം നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കണ പോലെ ഉഴുന്ന് സെപ്പറേറ്റ് വെള്ളത്തിലിട്ടിട്ട് അത് ആദ്യം അരയ്ക്കുക, അങ്ങനെയൊന്നും ഇതിൽ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി അങ്ങ് ഒരുമിച്ച് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കാമല്ലോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചിട്ട് വേണമെങ്കിൽ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു നല്ല വോമായിട്ടുള്ള സ്ഥലത്ത് ഏകദേശം ഒരു 10 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഇപ്പോൾ രാത്രി വെക്കുകയാണെങ്കിൽ കാലത്താകുമ്പോഴേക്ക് ഇത് പൊങ്ങി വന്നിട്ടുണ്ടാവും. പിന്നെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ആ ഇഡ്ഡലി ദോശ ബാറ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ മതി കേട്ടോ. മാവ് ഫെർമെൻറ്റ് ചെയ്തത് കാണിക്കാൻ ഞാൻ വിട്ടുപോയി, കാരണം അത് ഷൂട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയതാണ്. അപ്പം ഞാൻ ആ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കറക്റ്റാണ് ദോശ ഉണ്ടാക്കാനായിട്ട്. ഇപ്പം നിങ്ങൾ അരച്ച് ഇത്രയും കൂടി തിക്കായിട്ടാണെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റുക കേട്ടോ. ദോശയുടെ ഒരു ദോശമാവിൻ്റെ ഒരു പരിവുണ്ടല്ലോ, അതിലേക്ക് മാറ്റുക. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് തവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു ഡ്രോപ്പ് എണ്ണ ചേർക്കാം. ഒന്ന് തടവി കൊടുക്കാം. ഈ പാൻ ഒന്ന് ചെറിയ രീതിയിൽ ചൂടായതിന് ശേഷം നമ്മളിതിലേക്ക് മാവ് ഒഴിക്കാവൂ. ചൂട് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പരത്തിയെടുക്കാൻ പാടായിരിക്കും. അപ്പം ചെറിയൊരു മോഡറേറ്റ് ലെവലിൽ ചൂടായിരിക്കണം പാൻ കേട്ടോ. അപ്പം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എണ്ണയോ നെയ്യോ ഒന്ന് തൂവി കൊടുക്കാം. എന്നിട്ടിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ദോശ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ദോശയുടെ സൈഡ് ഇതുപോലെ ഇത്തിരി ഇങ്ങനെ മുരിഞ്ഞ് വരുന്ന സമയമായിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഇത്തിരി കൂട്ടിക്കൊള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ ദോശയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ നന്നായിട്ട് മുരിഞ്ഞിട്ടുള്ളതുകൊണ്ട് തിരിച്ചിടേണ്ട ആവശ്യമില്ല. ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി. ഇതുണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മുരിഞ്ഞ ദോശ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാ ദോശയും ഉണ്ടാക്കിയെടുക്കാം. നമ്മളിനി അടുത്ത ദോശ പരത്തണ സമയത്ത് ഇപ്പോൾ പാൻ നല്ല ചൂടായി കിടക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഈ ചൂടോടുകൂടി പരത്തി കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞ പോലെ അത് ഒട്ടിപ്പിടിക്കും, പരത്തിയെടുക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് പാൻ ഒന്ന് തൂത്ത് കൊടുക്കുക. അതുപോലെ ചൂടൊന്ന് കുറച്ചൊരു മോഡറേറ്റ് ചൂടായതിന് ശേഷം മാത്രം അടുത്ത ദോശ ചുട്ടെടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ കണ്ടു നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും
ഇതുപോലെ ഈ ദോശ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ ഹെൽത്തിയാണ്, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. ഞാനിന്ന് ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് നല്ല പുളിയും എരിവൊക്കെ ഉള്ളൊരു തേങ്ങാ ചട്നിയാണ്. അപ്പോൾ എല്ലാവരും ദോശ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസൊക്കെ എന്നെ അറിയിക്കണം. വീണ്ടും മറ്റൊരു ഡിഷായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ.